ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. അഭ്യുദ്ധരന്നഥ ധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉത്ഥൂതഘോരസലിലാജ്ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് ആ 10ാമത്തെ ശ്ലോകത്തിലെ 12ാമത്തെ ദശകത്തിൻ്റെ 10ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അഭ്യുദ്ധരന്നഥ. അഭ്യുദ്ധരൻ അഥ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് അഭ്യുദ്ധരന്നഥ. അഭ്യുദ്ധരൻ എന്നാൽ നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടത് ഭൂമിദേവിയെ അങ്ങനെ തൻ്റെ തേറ്റമേൽ ആ പാതാളത്തിൽ നിന്നും ഭഗവാൻ അങ്ങനെ പൊക്കിയെടുക്കുന്നതാണ് നമ്മൾ കണ്ടു നിർത്തിയത്. ഇനി ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്കായിട്ട് പറഞ്ഞു തരുന്നത് ഭൂമിദേവിയുമായി ഭഗവാൻ മുകളിലേക്ക് വരുന്ന ആ ഒരു രംഗമാണ് നമുക്കിവിടെ ചിത്രീകരിച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ പറയണം അഭ്യുദ്ധരൻ എന്ന് പറഞ്ഞാൽ ഉയർത്തി എടുത്ത, അഥ എന്നാൽ അനന്തരം, അതായത് ഭൂമിദേവിയെ കണ്ടു അതിനുശേഷം ഇങ്ങനെ തൻ്റെ തേറ്റമേൽ അങ്ങനെ പൊക്കിയെടുത്തു ഭഗവാൻ. അതിനുശേഷം ധരാം, ധരാം എന്നാൽ ഭൂമിദേവിയെ ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത. കുറച്ച് വലിയ പദമാണെന്ന് തോന്നും, പക്ഷെ നമ്മളത് മുറിച്ചു പറയുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകും. ദശനാഗ്ര, ദശന എന്നാൽ തേറ്റ, ദശനാഗ്ര ആ തേറ്റയുടെ അറ്റത്ത് ലഗ്ന, ലഗ്ന എന്നാൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുസ്താങ്കുരാങ്കിത. മുസ്തം എന്നാൽ മുത്തങ്ങ, മുസ്ത അങ്കുര അങ്കിത എന്ന് പറഞ്ഞാൽ മുസ്തം നമ്മൾ പറഞ്ഞു മുത്തങ്ങ, അങ്കുര മുസ്ത അങ്ക, അങ്കം എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു ഇളം മുളയാൽ, അതിൻ്റെ ആ ഒരു കിളിർത്ത് വരുന്ന ആ ഒരു ഇളം മുളയാൽ, മുത്തങ്ങയുടെ ആ ഇളം മുളയാൽ അങ്കിത അലങ്കരിക്കപ്പെട്ടവനെ പോലെ. അപ്പോൾ ഇവിടെ പറയാം ആ തേറ്റയുടെ അറ്റത്ത്, അല്ലയോ ഭഗവാനെ, ഒരു മുത്തങ്ങയുടെ ഒരു ഇളം തളിരിനാൽ അലങ്കരിക്കപ്പെട്ടവനെ പോലെ ഇവാധിക പീവരാത്മാ, ഇവ അധിക പീവരാത്മാ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഇവാധിക പീവരാത്മാ. ഇവ എന്നാൽ പോലെ, എങ്ങനെ അധിക പീവരാത്മാ. പീവരം എന്നാൽ തടിച്ചത്, നല്ല വണ്ണമുള്ളത്. അപ്പോൾ അധിക പീവരാത്മാ ഏറ്റവും തടിച്ച ശരീരത്തോടു കൂടിയവനുമായ. പിന്നെയോ ഉദ്ധൂത ഘോര സലിലാജ്ജലധേരുദഞ്ചൻ. അവിടെ ഉദ്ധൂത ഘോര സലിലാത ജലധേഹെ ഉദഞ്ചൻ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഉദ്ധൂത ഘോര സലിലാജ്ജലധേരുദഞ്ചൻ. ഉദ്ധൂത ഘോര സലിലാത് എന്ന് പറഞ്ഞാൽ അവിടെ ഘോരമായിട്ടുള്ള, വളരെ ഭയങ്കരമായിട്ടുള്ള, ഉദ്ധൂതം എന്നാൽ ഇളക്കപ്പെട്ട അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന, സലിലാത് ജലത്തോടു കൂടിയ. അപ്പോൾ വളരെ ഭയങ്കരമായിട്ട് ആ ഇളകിക്കൊണ്ടിരിക്കുന്ന ജലത്തോടു കൂടിയ ജലധേഹെ സമുദ്രത്തിൽ നിന്നും ഉദഞ്ചൻ പൊങ്ങി വരുന്ന ക്രീഡാവരാഹവപുരീശ്വര. ക്രീഡാവരാഹവപുഹു ഈശ്വര, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്
ക്രീഡാവരാഹവപുരീശ്വര. ക്രീഡാവരാഹവപുഹു എന്ന് പറഞ്ഞാൽ ക്രീഡ എന്നാൽ ലീല. ക്രീഡാവരാഹം ആ ലീലാവരാഹമൂർത്തിയായിട്ടുള്ള ഈശ്വര, അല്ലയോ ഭഗവാനെ, പാഹി. പാഹി എന്നാൽ രക്ഷിക്കണമേ, രോഗാത്ത്, എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഭഗവാൻ അങ്ങനെ തൻ്റെ ആ ഒരു തേറ്റമേൽ ഭൂമിദേവിയെ എടുത്തുകൊണ്ട് സമുദ്രത്തിൻ്റെ മുകളിലേക്ക് വരുന്നത് കണ്ടാൽ, അല്ലയോ ഭഗവാനെ, ഏറ്റവും തടിച്ച ശരീരത്തോടു കൂടിയ അങ്ങയുടെ ആ വരാഹരൂപത്തിൻ്റെ, ആ മായാവരാഹരൂപിയായി ഭഗവാനെ ഭൂമിദേവിയെ തൻ്റെ തേറ്റമേൽ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടാൽ ആർക്കും തോന്നുക ആ തേറ്റമേൽ ഒരു മുത്തങ്ങയോളം മാത്രം വലിപ്പമുള്ള ഭൂമിദേവി ആ മുത്തങ്ങയുടെ ഒരു ഇളം തളിരിനാൽ ആ തേറ്റയുടെ അറ്റം അലങ്കരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഇവിടെ ഇത് പറഞ്ഞത് ഭൂമിദേവിയുടെ വലിപ്പവും ഭഗവാന്റെ വലിപ്പവും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രമാണ് എന്ന് വളരെ വ്യക്തമായി ചിത്രീകരിച്ച് തരികയാണ് ഈ ഒരു ശ്ലോകം. അതായത് ഭൂമിദേവി ആ തേറ്റമേൽ ഇരുന്നിട്ട് വെറും ഒരു മുത്തങ്ങയുടെ അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഭീമാകാരമായ രൂപം, അതാണ് ഒന്നുകൂടി എടുത്തു പറഞ്ഞ്, ഇവാധിക പീവരാത്മാ, അധിക പീവരാത്മാ ഇവ, ഏറ്റവും തടിച്ച ആ ഒരു ശരീരത്തോടു കൂടിയവനെ പോലെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എത്രമാത്രം ഘോരമായ ഒരു രൂപമായിരുന്നു, എത്രമാത്രം ഭീമാകാരമായ ഒരു ആകാരമായിരുന്നു അത്. ആ ഭഗവാൻ ആ രസാതലത്തിൻ്റെ താഴേത്തട്ടിൽ നിന്നും, പാതാളത്തിൽ നിന്നും ഭൂമിദേവിയെ പൊക്കിയെടുത്തുകൊണ്ട് വരുമ്പോൾ, ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് കുതിക്കുമ്പോൾ ആ സമുദ്രത്തിലെ ജലമാകെ വളരെ ഭയങ്കരമായി ഇളക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അതിശയോക്തിയില്ല എന്ന് നമുക്ക് കാണാം. കാരണം ഈ ഭൂമിദേവിയുടെ മുഴുവൻ ആ ഒരു ഭാരം നമ്മൾ കണക്കിലാക്കിയാൽ തന്നെ നമുക്ക് കണക്കാക്കാവുന്നതിലും അപ്പുറമാണ്. ആ ഭൂമിദേവി പോലും അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഭഗവാന്റെ മുൻപിൽ വെറും ഒരു മുത്തങ്ങയുടെ അത്രയുമേ ഉള്ളൂ, അത്ര വലിപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആകാരം, ഭഗവാന്റെ ആ ഒരു രൂപം, അങ്ങനെയുള്ള ആ ഭീമാകാര രൂപിയായ വരാഹാവതാരം, മായാവരാഹ രൂപം സമുദ്രജലത്തിൽ ഉയർന്നു വരുമ്പോൾ സമുദ്രത്തിലെ ജലമൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല, അല്ലയോ ഭഗവാനെ. ആ സമുദ്രത്തിനുള്ളിൽ അങ്ങയെ കണ്ടിട്ട് അങ്ങയെ തഴുകാൻ വേണ്ടി ഒരു പക്ഷേ പാഞ്ഞെടുത്ത് വരുന്നതാവാം ഈ തിരമാലകളൊക്കെ, മത്സരിക്കുന്നതാവാം. അതുകൊണ്ടാവാം ആ ഇളക്കത്തിന് ഒരു ഭയങ്കരത തോന്നിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. അഭ്യുദ്ധരന്നഥരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മാ ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ചൻ ക്രീഡാവരാഹ വപുരീശ്വര പാഹി രോഗാത്. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ വരിയിൽ അഭ്യുദ്ധരന്നഥ, അവിടെ ന കൂട്ടക്ഷരം വരുന്ന നായ്ക്ക് അകാരം കൊടുക്കണം, അഥ എന്നാണ്. പിന്നെ അടുത്തത് അതേ വരിയുടെ അവസാനം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത, ഇതത്രയും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ഇവ ആധിക പീവരാത്മാ, അവിടെ ഇവ അധിക പീവരാത്മാ ആണ്. അതുകൊണ്ട് തന്നെ ഇവാധിക, അവിടെ അകാരം ഒന്ന് നീട്ടിയെടുക്കുക. അതേപോലെ തന്നെ പീവരാത്മാ ആണ്, കപി എന്ന് വായിക്കരുത്, ഇവ അധി കപി എന്ന് വായിക്കരുത്, ഇവ ആധിക പീവരാത്മാ ആണ്. പിന്നെ അടുത്ത വരി ഉദ്ധൂത ഘോര സലിലാജ്ജലധേരുദഞ്ചൻ, അത് ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ തന്നെ അടുത്ത വരിയിലും ക്രീഡാ വരാഹവപുരീശ്വര, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്കൊക്കെ, ഭഗവാന്റെ ക്രീഡകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ. പിന്നെ വരാഹ വപുരീശ്വര, അതൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. മൂന്നാമത്തെ വരിയിലാണ് ഒരല്പം
ചേർത്തെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയെങ്കിലും നമ്മൾ ചെറിയ പദങ്ങളായി പിരിച്ചു പറയുന്നത് കൊണ്ട് അത് ചേർത്ത് വായിച്ച് പരിശീലിച്ചാൽ വായിച്ചെടുക്കാവുന്നതേയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവം കൃഷ്ണാർപ്പണമസ്തു.